എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൃഷ്ണം വന്ദേ സംഘടിപ്പിക്കുന്ന ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകം വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് 47 മുതൽ ആരംഭിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഭാഗവതാചാര്യൻ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരെ അജുഹാവ പുത്രേതി തന്മയതയാതരവോ വിനേദുത്തം ഭൂതഹൃദയം മോഹിമാനദോ. സമ്മതന്യരായ എല്ലാ പണ്ഡിതർക്കും നീതമായ ചതുർത്ഥസ്കന്ധം 6-ാം അധ്യായം 46-ആണ്. നമുക്ക് ആരംഭിക്കാം. പൃഥക്ധിയ കർമ്മദൃശോ ദുരാശയ പരോദയേനർപ്പിതഹൃദ്രുജോനിശം പരന്തുരുക്തിർ വിദുതന്ത്യരുന്തുതാം താന്മ അവധീർ ദൈവവധൻ ഭവദ്വിധ. പരമേശ്വരന്റെ മുമ്പിൽ ബ്രഹ്മദേവൻ അറിയിക്കുന്ന യജ്ഞത്തെക്കുറിച്ചുള്ള പരോക്ഷവും പ്രത്യക്ഷവുമായ ഭാവങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്ന് ബാക്കിയാണ് ഇന്ന്. പൃഥക് ധിയ, ബുദ്ധിഭേദമുള്ളവൻ. പൃഥക് എന്ന് വെച്ചാൽ വേറിട്ടത്. ധീ, ബുദ്ധി, ബുദ്ധിക്ക് ഭേദമുള്ളവൻ. കർമ്മദൃശ, കർമ്മത്തിൽ മാത്രം കണ്ണുള്ളവർ, കർമ്മം മാത്രം മതി എന്ന് വിചാരിക്കുന്നവർ. കർമ്മദൃശോ ദുരാശയാഹ, ആശയം ദുഷിച്ചവർ. ആശയം എന്ന് വെച്ചാൽ അന്ധക്കരണം. ഈ വാക്കിന്റെ അർത്ഥം നമുക്ക് ദുരാശയം എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ആശയം എന്നുള്ള അർത്ഥം പോരാ. കൊണ്ടാണ് അന്ധക്കരണം ദുഷിക്കുക. അതാണ് ദുരാശയം. അന്ധക്കരണം എന്ന് പറയുമ്പോൾ നാലും ദുഷിച്ചവർ. അപ്പൊ പൃഥക്ധിയ കർമ്മദിശോ ദുരാശയാഹ പരോദയേന അർപ്പിത ഹൃദ്രുജോ, മറ്റുള്ളവരുടെ ഉദയം കാണുമ്പോൾ, പര ഉദയേന, മറ്റുള്ളവരുടെ ഉത്കർഷം കാണുമ്പോൾ, ഉദയം കാണുമ്പോൾ, അർപ്പിത ഹൃദ്രുജോ, ഹൃദയത്തിൽ വേദന അർപ്പിക്കുന്നവർ. മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉന്നതി കണ്ടാൽ അപ്പൊ ഹൃദയവേദന അർപ്പിക്കുക. അതുകൊണ്ടാണ് പരോദയേന അർപ്പിത ഹൃദ്രുജോ. അനിശം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അവരെ പരാൻ ദുരുക്തേഹി, മറ്റുള്ളവരെ ദുഷ്ടവാക്കുകളെ കൊണ്ട് വിതുദന്തി, വേദനിപ്പിക്കും. വിതുദന്തി, വേദനിപ്പിക്കും. അരുന്തുതാം താൻ മാ അവധി, അരുന്തുതന്മാരായ അവരെ. അരുന്തുതം മർമ്മത്തെ പിളർക്കുന്നത്. അരുന്തുതം, അരുന്തുതാം താൻ, മർമ്മഭേദികളായ അവരെ. മാ അവധി, അവരെ വധിക്കരുത്. ദൈവവധാൻ ഭവദ്വിധ, ദൈവം എന്നുള്ളത് വിധിയാണ്. ദൈവവധാൻ, വിധിയിൽ നിന്നും തന്നെ വധമുണ്ടാകുന്നവരാണ്. ആരും ചെയ്യണമെന്നില്ല, തന്നെത്താൻ എന്ത് ചെയ്തോളും, അപകടത്തിൽപ്പെട്ടോളും. അങ്ങനെയുള്ള അവരെ
ഭവദ്വിധ മാ അവധി, അങ്ങനെ അങ്ങേപ്പോലെയുള്ളവർ വധിക്കേണ്ട ആവശ്യമില്ല. ദക്ഷനെ പരമശിവൻ നിഗ്രഹിച്ചല്ല എന്ന് പറയാൻ പോവാണ്. കാരണം പരമശിവന്റെ കർമ്മദോഷം കൊണ്ട് വന്നു ചേർന്നതാണ്. അതിന് നമ്മൾ ആരെങ്കിലുമൊക്കെ പഴി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ മരിക്കുന്നത് മറ്റൊരാൾ കാരണമായിട്ടല്ല. പക്ഷെ നമുക്ക് തൽക്കാലം സമാധാനം, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി. ഇനി നിങ്ങൾ ഒറ്റ ഒരുത്തൻ അവിടെ ഇല്ലെങ്കിൽ ഇയാൾ ആ സമയത്ത് എന്ത് ചെയ്യും? മരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവർ കാരണം അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇത് അവരിൽ ആരോപിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ദൈവവിധാൻ ദൈവവധാൻ, വിധി കൊണ്ടുള്ള വധം അർഹിക്കുന്നവരാണ് അവര്. അവരെ ഭവദ്വിധ അങ്ങയെപ്പോലെയുള്ളവർ അരുന്തുതാം താൻ മാ അവധിഹി, മർമ്മം പിളർക്കുന്ന വാക്കുകൾ പറയുന്നവരായ അവരെ പോലും അങ്ങയെപ്പോലുള്ളവർ എന്ത് ചെയ്യില്ല? നിഗ്രഹിക്കില്ല. കാരണം അവരെ അതിന്റെ ഫലം തന്നെ അനുഭവിച്ചോളൂ. വെറുതെ നോക്കിയിരുന്നാൽ മാത്രം മതി. ഇവിടെ വാസ്തവത്തിൽ പരമശിവൻ അല്ലല്ലോ നിഗ്രഹിച്ചത്. പരമശിവന്റെ ശക്തിയെ ആവേശിച്ച പരമശിവന്റെ ഒരു ഭൂതമാണ് വാസ്തവത്തിൽ ഇതിന് അവിടെ കാരണമായി തീർന്നത്, നേരിട്ട് കാരണമല്ല. അപ്പൊ ബ്രഹ്മസ്വരൂപനായ അങ്ങിങ്ങനെ നിശ്ചലമായിട്ടിരുന്നാൽ മതി, ഇവിടെ വരേണ്ടതൊക്കെ എന്ത് ചെയ്തോളും? വന്നുകൊള്ളൂ. ദക്ഷൻ അനുഭവിച്ച അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദുർവ്യാപാര ഫലം കൊണ്ട് എല്ലാ ജീവജാലങ്ങളും സ്വയം ദുഷിക്കുന്നവരാണ്, നശിക്കുന്നവരാണ്. ഒരാൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള മർമ്മച്ഛേദികളായ വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ അവർ ഹിംസിക്കതിനെയും പരന്മാരുടെ ഉത്കർഷം കാണുന്നതിൽ ഹൃദയം തകർന്നു പോകും. പരോത്കർഷ അസഹിഷ്ണുത, മറ്റുള്ളവരുടെ ഉത്കർഷം കണ്ടാൽ പിന്നെ സഹിക്കാൻ പറ്റില്ല. അവരെ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അതിൽ പെട്ടതാണ് ഈ ദക്ഷൻ. പക്ഷെ അങ്ങനെയുള്ളവർ അവരവരുടെ ദുഷ്കർമ്മത്തിന്റെ ഫലമായ ഒരു മരണം തന്നെ അനുഭവിച്ചു. ഇപ്പൊ വീരഭദ്രൻ ചെന്നില്ലെങ്കിലും ദക്ഷന്റെ സമയം ഇതാണ്, ആ സമയത്ത് ദക്ഷൻ ആ വിധി അനുഭവിച്ചേ പറ്റൂ. അതിന് മറ്റുള്ള ദൃഷ്ടിയിൽ നിങ്ങളൊക്കെ കാരണമാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ജീവജാലങ്ങളും ഹിംസിക്കപ്പെടുന്നത് അവരുടെ കർമ്മഫലമാണ്. അതിന് മറ്റൊരാളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ദക്ഷന്റെ നാശത്തിന് കാരണം പരമശിവൻ ആണ് എന്നുള്ള ചിന്ത മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ബ്രഹ്മാവ് ശരിക്കും പണിപ്പെട്ട വാക്കുകൾ, കാരണം വാക്കിന് വിഷമില്ലാത്ത ആളാണ് ബ്രഹ്മാവ്, നല്ല വാക്കുകളെ കൊണ്ട് അത് പരിഹരിച്ചു വിടുക. പൃഥക്ധിയ കർമ്മദൃശോ ദുരാശയാം പരോദേനർപ്പിതഹൃദുജോനിശം വരന്തുരുക്തിർ വിദുതന്ത്യരുന്തുതാം താൻമാവധീർ ദൈവവധൻ ഭവദ്വിധ. പൃഥക്ധിയഃ കർമ്മദിശഃ ദുരാശയാഃ പരോദേന അനിശം അർപ്പിതഹൃദുജഃ ദുരുക്തൈഃ പരാൻ വിദുതന്തി അരുന്തുതാൻ ദൈവവധാൻ താൻ ഭവദ്വിധ മാ അവധി. പൃഥക്ധിയ കർമ്മദൃശോ ദുരാശയാ പരോദേനർപ്പിതഹൃദുജോ അനിശം പരന്തുരുക്തിർവിദുതന്ത്യരുന്തുതാം താൻമാവധീർ ദൈവവധാൻ ഭവദ്വിധ. പൃഥക്ധിയ കർമ്മദൃശോ ദുരാശയാ പരോദേനർപ്പിതഹൃദുജോനിശം പരന്തുരുക്തിർവിദുതന്ത്യരുന്തുതാം താൻമാവധീർ ദൈവവധൻ ഭവദ്വിധ. യസ്മിൻ യഥാ പുഷ്കരനാഭമായയാ ദുരന്തയാ സ്പൃഷ്ടധിയ പൃഥക്തൃശാം കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം അസാധവോ ദൈവബലാൻ കൃതേ ക്രമം. യസ്മിൻ യഥാ യാതൊരിടത്ത്, യഥാ എപ്പോഴാണോ, യാതൊരുവനിൽ എപ്പോഴാണോ, ഏത് കാലത്താണോ പുഷ്കരനാഭമായ മഹാവിഷ്ണുവിന്റെ മായ കൊണ്ട്
പുഷ്കരനാഭന്റെ മായ കൊണ്ട് ദുരന്തയാ, തടുക്കാനാവാത്ത, അതിക്രമിക്കാൻ പറ്റാത്തതാണ് ദുരന്തം. അന്തത്തിലേക്ക് എത്തിപ്പെടാൻ വിഷമമുള്ളത്. അതുകൊണ്ടാണ് അതിക്രമിക്കാൻ പറ്റാത്ത ദുരന്തയാ പുഷ്കരനാഭമായ, ദുരന്തമായ പുഷ്കരനാഭന്റെ മായ കൊണ്ട് സ്പൃഷ്ടധിയ, ബുദ്ധി സ്പർശിച്ചു. മായാലേശം ബുദ്ധിയെ ബാധിച്ചവർ പൃഥക് ദശ, അവർക്ക് എല്ലാം എന്താ പ്രത്യേകം പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. വേറിട്ടേ കാണാൻ പറ്റുള്ളൂ. ഭേദബുദ്ധിയുള്ളവരാണ് അവരൊക്കെ. മഹാവിഷ്ണുവിന്റെ മായാബലത്തെ ആർക്കും അതിക്രമിക്കാൻ പറ്റില്ല. ഭക്തി കൊണ്ട് മാത്രം പറ്റൂ എന്ന് പറയാൻ പോവാണ്. ഭക്തിയില്ലാത്തവർക്ക് ഭേദഭാവന ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈ മായയെ അതിക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദുരന്തമായ ഭഗവാന്റെ മായാശക്തി കൊണ്ട് സ്പർശിക്കപ്പെട്ടവരായ, ബുദ്ധിയോടുകൂടിയവരായ, ഭേദബുദ്ധിയുള്ളവർ യാതൊരു ഭഗവാനിൽ എപ്പോഴാണോ അപരാധം ചെയ്യുന്നത്, കുർവന്തി തത്രഹ്യനുകമ്പയാ കൃപാം, അനുകമ്പ കൊണ്ട് അവരോട് കൃപ കാണിക്കും. ഫാധവോ ദൈവബലാത്, ദൈവബലം കൊണ്ട്. ദൈവം വിധിയാണ്, പ്രാരബ്ധ കർമ്മമാകുന്ന വിധിയാണ് ദൈവം. ആ ദൈവബലം കൊണ്ട്, പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലം കൊണ്ട്, അതിന്റെ കാരണം കൊണ്ട് ഹൃദയക്രമം ന കുർവന്തി, ചെയ്യപ്പെട്ടതിന്റെ ക്രമത്തെ, പരാക്രമത്തെ പ്രകടിപ്പിക്കത്തില്ല. കാരുണ്യം കാണിക്കത്തേ ഉള്ളൂ. താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലത്തെ അവിടെ പ്രകടിപ്പിച്ച് കാണിക്കത്തില്ല. ആ തരത്തിലുള്ളവനാണ് അങ്ങ്. അപ്പോൾ സാധുക്കൾ അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകാരത്തെ ചിന്തിക്കുകയോ പകരം അവരെ ഉപദ്രവിക്കാൻ കൂടി ശ്രമിക്കുകയോ ചെയ്യുകയില്ല. സജ്ജനങ്ങളുടെ സ്വഭാവത. ദുർജനങ്ങൾ അതല്ല, കുറിക്ക് തിരിച്ചു കൊടുത്ത് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നോട് എന്ത് ചെയ്തോ അതിന് ഞാൻ അതുപോലെ തിരിച്ചു ചെയ്യും. എന്നോട് എന്ത് ചെയ്യുന്നു എന്നതല്ല വിഷയം, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് വിഷയം. എന്നോട് എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യേണ്ടതിന് ഒരു കണക്കുണ്ട്, ഒരു പരിധിയുണ്ട്. അതിൻ്റെ പ്രമാണം അതേ ഞാൻ ചെയ്യുള്ളൂ. അവർ ചെയ്തതിൻ്റെ പ്രതിക്രിയ തിരിച്ചു ചെയ്യണം എന്നില്ല. നമുക്ക് പക്ഷെ അങ്ങനെയാണ്. അത് ദുർജനങ്ങളുടെ സ്വഭാവമാണ്. സജ്ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. നീ തിരിച്ചവരെ ഉപദ്രവിക്കുന്ന സാമർഥ്യമുണ്ടെങ്കിൽ പോലും ചെയ്യില്ല. ഇവരെ ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് അവരുടെ പ്രാരബ്ധ കർമ്മഫലം തന്നെയാണ് എന്നോർത്ത് ക്ഷമിക്കും. നമ്മളെ നേരെ ആരെങ്കിലും കണ്ടവാനം എതിർത്ത് ചീത്ത വിളിച്ച് ധാരാളം പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് വിഷമിപ്പിക്കാൻ വന്നാൽ സാധാരണക്കാരെ എതിർത്ത് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒരു കലഹം അടിപിടിയൊക്കെ ഉണ്ടാക്കും. പക്ഷെ സജ്ജനങ്ങൾ ഇവരെത്രയോ കാലമായിട്ട് നേടിയ ദുഷ്കർമ്മത്തിന്റെ പരിണത ഫലം കൊണ്ട് പറയുന്നതാണ്. അത് പറഞ്ഞവർ പൊക്കോട്ടെ, അത് അവരുടെ കർമ്മമാണ്. എൻ്റെ കർമ്മം തിരിച്ചു പറയല്ല. അത് അവരുടെ ധർമ്മം അവർ ചെയ്തു പോയി. എൻ്റെ ധർമ്മം ഇത് കേൾക്കുക, ചിരിക്കുക, പൊക്കോളൂ എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഈ ഒരു മനോഭാവം സജ്ജനങ്ങൾ, ഇതാണ് അങ്ങേക്കുള്ളത്. പരമശിവന്റെ സജ്ജന സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം ആരെന്തൊക്കെ ചെയ്താലും തിരിച്ച് പ്രതികാരം ചെയ്യാൻ സജ്ജനങ്ങൾ മുതിരുകയില്ല. ദുർജനങ്ങൾ അതല്ല, ഓരോന്നിനും പ്രതികാരം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ദുഷ്കർമ്മത്തിൻ്റെയൊക്കെ ഫലം സജ്ജനങ്ങളെ ബാധിക്കുമല്ലോ എന്നോർത്ത് ദുഃഖിക്കും.
അവരുടെ അപരാധങ്ങളെ ക്ഷമയോടെ കണ്ടിരുന്ന് ഉദാസീനായിട്ടിരിക്കും. ഈശ്വരനോട് പ്രാർത്ഥിക്കും, അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേന്ന്. ഇതാണ് അവരുടെ സ്വഭാവം. നോക്കൂ, ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ വേണ്ട ഉപദേശങ്ങൾ തരികയാണ്. ഇങ്ങനെയൊക്കെ ശരിയായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? ഈശ്വര അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക, അല്ലാണ്ട് നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കുടുംബ ബന്ധത്തിൽ ഏറ്റവും വലിയ വൈഷമ്യം അവിടെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിനോട് ഭാര്യയോടോ, മക്കൾക്ക് മാതാപിതാക്കളോടോ, മാതാപിതാക്കൾക്ക് മക്കളോടോ ഉപദേശിക്കാൻ പറ്റില്ല. പിന്നെ എന്തേ ഉള്ളൂ? അവരെന്തൊക്കെ പറഞ്ഞാലും കേൾക്കുക, ക്ഷമയോടെ കേട്ടിരിക്കുക, അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കാന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കും. അവരുടെ ബുദ്ധി നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ആർക്കെ പറ്റൂ? ഈശ്വരനെ പറ്റൂ. ഇതാണ് വാസ്തവത്തിൽ അങ്ങിപ്പോൾ ചെയ്യുന്നത്. എത്രയെത്ര ദുർജനങ്ങൾ എത്രയെത്ര പരിഭവം പറഞ്ഞാലും ഇതൊന്നും അങ്ങയെ ബാധിക്കത്തില്ല. ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. യസ്മിൻ യഥാ പുഷ്കരനാഭമായ ദുരന്തയാ പൃഷ്ഠധീയ പൃഥക് ദൃശാം കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം ന സാധവോ ദൈവപരാത്കൃതേ ക്രമം. ദുരന്തയാ പുഷ്കരനാഭമായ പൃഷ്ഠധിയഃ പൃഥക് ദശഃ യസ്മിൻ യഥാ അപരാധം കുർവന്തി സാധവഃ തത്ര അനുകമ്പയാ കൃപാം കുർവന്തി ദൈവബലാത് കൃതേ ക്രമം ന കുർവന്തി. യസ്മിൻ യഥാ പുഷ്കരനാഭമായ ദുരന്തയാ പൃഷ്ഠധിയ പൃഥക് ദൃശാം കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം ന സാധവോ ദൈവബലാത് കൃതേ ക്രമം. യസ്മിൻ യഥാ പുഷ്കരനാഭമായ ദുരന്തയാ പൃഷ്ഠധിയ പൃഥക് ദൃശാം കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം ന സാധവോ ദൈവബലാത് കൃതേ ക്രമം. ഭവാം ത്വം പരമഭ്യമായ ദുരന്തയാ പൃഷ്ഠമതി സമസ്തദുഃഖ തയാ ഹതാത്മഫലുകർമ്മചേതസ്വനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. ഭവാൻ തു അങ്ങാവട്ടെ പുംസഃ പരമഭ്യമായ ആ പരമപുരുഷന്റെ മായ കൊണ്ട്. പുംസഃ പരമഭ്യ തിരിച്ചിടണം, പരമഭ്യ പുംസഃ. ആ പരമപുരുഷന്റെ മായ കൊണ്ട്, ദുരന്തയാ ദുരന്തമായ മായ കൊണ്ട്, അസ്പൃഷ്ടമതി ബുദ്ധിയെ സ്പർശിച്ചില്ല. മായ അങ്ങയെ ബാധിക്കില്ല. സാക്ഷാൽ ഭഗവാന്റെ മായ ബാധിക്കാത്ത ഒരാൾ അങ്ങ് മാത്രമാണ്. പരമഭ്യമായ അസ്പൃഷ്ടമതി, അത് സ്പർശിക്കാത്ത ബുദ്ധിയോട് കൂടിയവനാണ്. സമസ്ത ദുഃഖ, എല്ലാത്തിനെയും കാണുന്നവനെന്നാൽ അറിയുന്നവനാണ്. തയാ ഹതാത്മസു അനുകർമ്മചേതസു അനുഗ്രഹം കർത്തും ഇഹ അർഹസി പ്രഭോ. അതുകൊണ്ട് തയാ എന്താണ്? മായ ബാധിക്കാത്ത ബുദ്ധി ഉള്ള ആ ബുദ്ധിയാൽ, ഹതാത്മസു അനുകർമ്മചേതസു, മനസ്സ് ഹനിക്കപ്പെട്ടവരും ഓരോ കർമ്മത്തിലും മനസ്സ് ഉറപ്പിച്ചു നിർത്തുന്നവരുമായ അവരോട് അനുഗ്രഹം കർത്തും, അനുഗ്രഹം ചെയ്യുവാൻ ഇഹ അർഹസി പ്രഭോ, ഇവിടെ അതിനുവേണ്ടി അർഹിക്കുന്നവനാണ് അങ്ങ്. തന്നോട് തെറ്റ് കാണിച്ചവരോട് ക്ഷമിക്കണം എന്ന് പറയാൻ പോവാ. അതങ്ങനെ പെട്ടെന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ പറ്റില്ലല്ലോ. പരമശിവനോട് എന്താ പരമശിവൻ ദക്ഷനോട് കാരുണ്യം കാണിക്കണം, ക്ഷമിക്കണം. ഇതാണ് വിഷയം. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൽ എനിക്കൊന്നും പറ്റില്ല എന്നാണ് ശിവൻ പറയുന്നതെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചൊന്നും പറയാനാവാത്ത വിധത്തിൽ പരമശിവന്റെ മഹത്വത്തെ വാഴ്ത്തി നന്നായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് ഈ
സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മായ ബാധിക്കാത്ത ഒരാൾ അങ്ങ് മാത്രമേ ഉള്ളൂ. രുദ്രൻ എന്ന രൂപത്തിൽ അവതാരമായി അങ്ങ് അവതരിച്ചിരിക്കുകയാണ്. ഈ അവതാരത്തിൽ തമോ ഗുണത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ശരിയാണ്. അത് ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനേക്കാൾ ഉത്കൃഷ്ടമായ ശുദ്ധമായ സത്വഗുണത്തിന്റെ ഉടമസ്ഥനായ സാക്ഷാൽ ഭഗവാൻ, ശുദ്ധ സത്വസ്വരൂപനായ ഭഗവാൻ, ആ മഹാവിഷ്ണുവിനെ ശ്രീരുദ്രൻ നിരന്തരം ധ്യാനിക്കുകയും തപസ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. പരമേശ്വരൻ എപ്പോഴും തപസ്സിലാണ്. വൈഷ്ണവമായ ഈ മായാശക്തി രുദ്രനെ ബാധിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്തേ മതിയാവൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് സദാസമയം തപസ് ചെയ്ത് ധ്യാന നിമഗ്നനായി. കൈലാസത്തിന്റെ മുകളിൽ പരമശിവൻ തപോനിമഗ്നനാണ്. അതേസമയത്ത് മഹാവിഷ്ണു യോഗനിദ്രയിലാണ്. തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധത്തിന് അധീനരായിട്ടാണ് നന്മയും തിന്മയും ഒക്കെ ചെയ്യുന്നത്. തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, നന്മ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല. പക്ഷേ എൻ്റെ പ്രാരബ്ധ കർമ്മം എന്നെ അതിലേക്ക് കൊണ്ടുപോകണം, നന്മയിലേക്കോ തിന്മയിലേക്കോ കൊണ്ടുപോകും. ഇതൊക്കെ അറിയുന്ന ഒരാൾ അങ്ങ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇയാൾ തിന്മ ചെയ്തു എന്ന് അങ്ങേക്കറിയാം. ഇയാളുടെ ഇപ്പോഴത്തെ ശരീരവും മനസ്സും ബുദ്ധിയും ഒന്നുമല്ല അതിന് കാരണം, പ്രാരബ്ധ കർമ്മമാണ്. ദക്ഷൻ ചെയ്ത അപരാധം ദക്ഷന്റെ പ്രാരബ്ധ കർമ്മഫലമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഇതാ വിഷയത്തിലേക്ക് ഇപ്പോഴാണ് വന്നത്. ദക്ഷൻ ഒരു തെറ്റുകാരനാവാം, പക്ഷേ അങ്ങനെയുള്ള ഒരു തിന്മ, അങ്ങനെയുള്ളൊരു പാപം ദക്ഷനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ദക്ഷന്റെ കർമ്മഫലം തന്നെയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല എന്ന് ദക്ഷന്റെ ഭാഗത്തിന് വേണ്ടി അതിമനോഹരമായ വാദങ്ങൾ ഒന്നൊന്നായിട്ട് നിരത്തി ആ കേസിൽ വിജയിക്കാൻ പാകത്തിനുള്ള ഒരു വക്കീലിന്റെ പണി ശരിക്കും ബ്രഹ്മാവേറ്റെടുത്താണ്. നന്നായിട്ട് വാദിച്ചു, വിദഗ്ധമായിട്ട് വാദിച്ച് ശരിയാക്കി. എൻ്റെ കക്ഷിയായ ഈ ദക്ഷൻ ഒരു തെറ്റുകാരനും അല്ല, അതുകൊണ്ട് ദക്ഷനോട് അങ്ങ് ക്ഷമിക്കണം, അങ്ങ് പൊറുക്കണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. അതിന് ഇത്രയൊക്കെ പറഞ്ഞ് സാധിച്ചു കൊണ്ടെന്നെങ്കിലല്ലേ പറ്റുള്ളൂ. ഒരു വാക്കിൽ പറയാൻ പറ്റില്ലല്ലോ. അതൊരു കോടതി ഭാഷയുടെ സ്വരൂപത്തിൽ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചിട്ട് ഇനിയും അങ്ങ് ദക്ഷനോട് കാരുണ്യം കാണിക്കണം എന്ന് പറയാൻ പോവാണ്. ഭവാംസ്തവം സ്വപരമഫ്യമായ ദുരന്തയ അപൃഷ്ടമതി സമസ്ത തയാ ഹതാത്മസ്വനുകർമ്മചേത അനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. ഹേ പ്രഭോ, ഭവാൻ തു പരമസ്യ പുംസഃ ദുരന്തയ മായയാ അസ്പൃഷ്ടമതിഃ സമസ്തദൃക് തയാ ഹതാത്മസു അനുകർമ്മചേതസു അനുഗ്രഹം കർത്തും അർഹസി. ഭവാംസ്തവം സപരമസ്യ മായയാ ദുരന്തയ അസ്പൃഷ്ടമതി സമസ്തദൃക് തയാ ഹതാത്മസ്വനുകർമ്മചേതസ്വനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. ഭവാംസ്തവം സ്വപരമസ്യ മായയാ ദുരന്തയ അസ്പൃഷ്ടമതി സമസ്തദൃക് തയാ ഹതാത്മസ്വനുകർമ്മചേതസ്വനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ. ഉർവധ്വരസ്യുദ്ധരണം ഹതസ്യ ഭോ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയദ്വിനോ യേന മഖോ നിനീയതേ. കുരു
എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നാണ്. കുരു അധ്വരഫ്യ കുറുവധ്വരഫ്യ രണ്ട് വാക്കാണ്. കുരു അധ്വരഫ്യ കുറുവധ്വരഫ്യ. അധ്വരഫ്യ ഉദ്ധാരണം കുരു. യജ്ഞത്തിന്റെ ഉദ്ധാരണത്തെ ചെയ്യൂ. യജ്ഞം മുടങ്ങിക്കിടക്കുകയാണ്. യജ്ഞം മുഴുവൻ തല്ലി തകർത്ത് കുളമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങയുടെ അനുചരന്മാർ എന്നല്ല. ഋത്തുക്കുകൾ ആരും അവിടെ ഇല്ല. പല്ലുപോയും കണ്ണു കാണാതെ മുടിയില്ലാതെ ആ കൈകാലുകൾ നടക്കാൻ മേലാതെ ഒക്കെ ഏതോ ആശുപത്രി തിണ്ണകളിൽ കിടക്കുകയാണ് ഇവരെല്ലാം. ഈ യജ്ഞം എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും? അതുകൊണ്ട് അതിനുള്ളൊരു കാരുണ്യം അങ്ങ് കാണിക്കണം. യജ്ഞേശനാണ് സാക്ഷാൽ മഹാവിഷ്ണു. അദ്ദേഹത്തിന്റെ അനുചരന്മാരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ആ യജ്ഞസ്വരൂപനായ ഭഗവാന്റെ യജ്ഞത്തെ പൂർത്തീകരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അങ്ങാണെങ്കിൽ എപ്പോഴും തപസ് ചെയ്യുന്ന ആളാണല്ലോ. അത് സാക്ഷാൽ ബ്രഹ്മസ്വരൂപനായ വിഷ്ണുവിനെ തന്നെയാണ്. അതുകൊണ്ട് കുരു അധ്വരഫ്യ ഉദ്ധരണം കുറുവധ്വരഫ്യുദ്ധരണം ഹതഫ്യഭോ നശിച്ച ഹതമായ നശിച്ച അധ്വരത്തിന്റെ ഉദ്ധരണം ചെയ്യൂ. അങ്ങയാൽ അസമാപ്തഫ്യ മനോ പ്രജാപതേ സമാപിക്കാതെ പോയിരിക്കുന്ന ഹേ മനോ സംബോധനയാണ് മരണശീലനായ ഭഗവൻ എന്ന്. പ്രജാപതേഹേ ഈ പ്രജാപതിയായ ദക്ഷന്റെ അസമാപ്തഫ്യ സമാപിക്കാതെ പോയ അധ്വരത്തിന്റെ പൂർണ്ണത അങ്ങ് ചെയ്യൂ. എത്ര ഭാഗം തവ ഭാഗിനോ ദദു ഭാഗിനഃ തവ ഭാഗം. യജ്ഞഭാക്കായ അങ്ങയുടെ ഭാഗത്തെ എത്ര അവിടെയാണോ ദദുഹു തരാതിരുന്നത്, ഹവിർഭാഗം അങ്ങയ്ക്കുള്ളത് തന്നില്ലല്ലോ, അതവിടേക്ക് കൊടുത്തില്ല. കുയജ്വിനോ ദുഷ്ടന്മാരായ യജ്വാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. അതാണ് കുയജ്വിനോ. ഏന യാതൊരുവനാൽ മഖോ നിനീയത്തെ യാഗത്തെ നിനീയത്തെ നയിക്കുക. നയിക്കാതിന്റെ അർത്ഥം ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക. അതാണ് നയനം. ഫലത്തോടുകൂടി യോജിപ്പിക്കലാണ്. അതുകൊണ്ട് അങ്ങ് എപ്പോഴും ബ്രഹ്മസ്വരൂപനായ ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വീരഭദ്രാദികളായി അങ്ങയുടെ സ്വരൂപമായി അവതരിച്ച് അവരാൽ ഹനിക്കപ്പെട്ട ദക്ഷപ്രജാപതിയുടെ യാഗം ഇടയ്ക്ക് നിന്നുപോയതിനെ ഒന്ന് പൂർണ്ണമാക്കി തീർക്കണം. അതിനുള്ള കാരുണ്യം ദക്ഷനിൽ അങ്ങേക്കുണ്ടാവണം. യാഗത്തിന്റെ ഫലം കൊടുക്കുന്ന ഈശ്വരനായ അങ്ങയുടെ അവകാശത്തെ ഭാഗത്തെ അന്ന് സമർപ്പിച്ചില്ല. വേദവിധി അനുസരിച്ച് കർമ്മം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് യാഗം വിഘ്നപ്പെട്ടത്. യാഗം വിഘ്നമാവാൻ കാരണം വേദവിധി അനുസരിച്ച് പരമശിവനെ ഒഴിവാക്കിക്കൊണ്ട് യജ്ഞം ചെയ്തു എന്നുള്ളതാണ്. അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആ ഹവിർഭാഗത്തെ സമർപ്പിക്കാതെ യാഗം നടത്തിയവര് വേദവിധി അറിയാത്തവരാണ്, ശരിക്ക് കർമ്മം നടത്താൻ സാമർഥ്യമില്ലാത്തവരാണ്. വിധി അനുസരിച്ച് അവർക്ക് യജ്ഞം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് വീരഭദ്ര സ്വരൂപത്തിൽ ദക്ഷനെ സംഹരിച്ചത്, യാഗഭംഗം വന്നത്. അജ്ഞന്മാരായ ജനങ്ങൾ ഇതൊക്കെ പറയാതിരിക്കില്ല. വിചാരശീലന്മാർ ലോകോപവാദത്തെ പരിഹരിക്കണമല്ലോ.
അറിവില്ലാത്തവരെ ധാരാളം അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടേ നടക്കും. അറിവുള്ളവരെ കേട്ടില്ല നടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ദക്ഷനെ സംഹരിച്ചത് ശരിയായില്ല. ദക്ഷൻ യജമാനനാണ്, യജ്ഞഭംഗം വരും, യജ്ഞത്തെ പൂർത്തിയാക്കാൻ പറ്റില്ല, അത് പരമദോഷമാണ്, പാപമാണ് എന്നൊക്കെ നാട്ടിൽ സാധാരണ അറിവില്ലാത്ത ജനങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ലോകാപവാദത്തെ പരിഹരിക്കണമല്ലോ. എന്ത് ചെയ്യണം? യജ്ഞം പൂർത്തീകരിക്കും. അതിന് അങ്ങേക്ക് കഴിയുകയും ചെയ്യും. അർത്ഥാൽ എന്താണ്? യജ്ഞം പൂർത്തീകരിക്കണ ആര് വേണം? യജമാനൻ വേണം. ആരാണ് യജമാനൻ? ദക്ഷൻ. അപ്പൊ ദക്ഷനെ ജീവിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ യജ്ഞം പൂർത്തിയാകൂ. അല്ലെങ്കിൽ അപൂർണമായ യജ്ഞമായി എക്കാലവും നടക്കണം. ഇത് അങ്ങേക്ക് തന്നെ നാണക്കേടല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? യജ്ഞ പൂർത്തീകരണം ഇനി ചെയ്യണം എന്ന് ഒരപേക്ഷയുമായിട്ടാണ് ബ്രഹ്മാവ് എത്തിയത്. കുറുവത്വരസ്യോദ്ധരണം ഹതസ്യാം ഭോസ്ത്വയാ അസമാപ്തസ്യ മനോ പ്രജാപതേ ന എത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയദ്വിനോ യേന മഖോ നിനീയതേ. ഭോഃ മനോ ത്വയാ ഹതസ്യ പ്രജാപതേഃ അസമാപ്തസ്യ ഉദ്ധരണം കുരു യേന മഖഃ നിനീയതേ. ഭാഗിനഃ തവ യത്ര കുയദ്വിനഃ ഭാഗം ന ദദു കുറുവത്വരസ്യോദ്ധരണം ഹതസ്യ ഭോഃ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയദ്വിനോ യേന മഖോ നിനീയതേ. കുറുവത്വരസ്യോദ്ധരണം ഹതസ്യ ഭോഃ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയദ്വിനോ യേന മഖോ നിനീയതേ. ജീവതദ്യജമാനോയം പ്രപദ്യേദാക്ഷിണീ ഭഗാം ഭൃഗോശ്മശ്രൂണി രോഹന്തു ഊഷ്ണോ ദന്തശ്ച പൂർവവത്. അതിന് വേണ്ടത് എന്താണ്? ജീവതാത് യജമാനോയം. അയം യജമാനഃ ദക്ഷഃ ജീവതാത്. ഈ യജ്ഞത്തിന്റെ യജമാനനായിരിക്കുന്ന ദക്ഷൻ ജീവിക്കട്ടെ, എന്നാലേ പറ്റുള്ളൂ. പ്രപദ്യേത അക്ഷിണീ ഭഗഃ. ഭഗന് കണ്ണുകൾ ഉണ്ടാവണം. കണ്ണില്ലാതെ ഭഗനൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗന്റെ കണ്ണൊക്കെ ചൂഴ്ന്നെടുത്തു പോയി. അതുകൊണ്ട് ഭഗന് കണ്ണുകൾ കൊടുക്കണം. ഭൃഗോശ്മശ്രൂണി രോഹന്തു. ഭൃഗു മഹർഷിക്ക്, ഭൃഗുവിന് ഈ താടി രോമങ്ങൾ കിളിച്ചു വരണം. അതൊക്കെ പിഴുത് എന്താണ് ഹോമത്തിൽ ഹോമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും പഴയതുപോലെ രോഹന്തു മുളയ്ക്കട്ടെ. ഊഷ്ണോദന്തശ്ച പൂർവവത്. പൂഷാവിന്റെ പല്ലും വേണം. പൂഷാവിന്റെ പല്ല് പൊഴിച്ചു കളഞ്ഞു. ആ പല്ലിനെ തിരിച്ചു കിട്ടണം. എങ്കിലേ മന്ത്രം ചൊല്ലാൻ പറ്റും. പല്ലില്ലാതെ മന്ത്രം ചൊല്ലാൻ പറ്റത്തില്ല. ഇത്രയും ആവശ്യമാണ്. ഇപ്പം നോക്കുള്ളൂ, ഒരു കാര്യം പറയാൻ വന്നിട്ട് ഇപ്പോഴവസാനമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ദക്ഷനെ ജീവിപ്പിക്കണമെന്ന് പറയാൻ വന്നാണ്. അതെത്ര കഴിഞ്ഞിട്ടാ പറയുന്നത്? ആദ്യമൊന്നും ഇതൊന്നും അല്ല പറഞ്ഞു വന്ന വിഷയം. ഇങ്ങനെ അറിയാതെ ജീവിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വരുത്തിയിട്ട് ആ യജ്ഞത്തിൽ സംഹരിക്കപ്പെട്ട എല്ലാവരെയും പഴയ പോലെ ആക്കിയെങ്കിൽ മാത്രമേ യജ്ഞം പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. ജീവതാദ്യജമാനോയം പ്രപദ്യേദാക്ഷിണീ ഭഗാം ഭൃഗോശ്മശ്രൂണി രോഹന്തു ഊഷ്ണോ ദന്തശ്ച പൂർവവത്. അയം യജമാനഃ ജീവതാത് ഭഗഃ അക്ഷിണീ പ്രപദ്യേത ഭൃഗോശ്മശ്രൂണി ഊഷ്ണഃ ദന്താഃ ച പൂർവവത് രോഹന്തു.
ജീവതത്യജമാനോയം പ്രപദ്യേതാക്ഷിണീ ഭഗ ഭൃഗോഷ്മശ്രൂനിരോഹന്തു ഊഷ്ണോദന്തശ്ച പൂർവവത് ജീവതദ്യജമാനോയം പ്രപദ്യേതാക്ഷിണീ ഭഗ ഭൃഗോഷ്മശ്രൂനിരോഹന്തു ഊഷ്ണോദന്തശ്ച പൂർവവത് ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജം ച ആയുധാശ്മഭി ഭവതാ അനുഗൃഹീതാനാം ആശു മന്യോസ്വനാതുരം. ദേവാനാം ഭഗ്നഗാത്രാണ്, ദേവന്മാരുടെ ശരീരങ്ങളൊക്കെ ഭഗ്നങ്ങളായി, ഗാത്രങ്ങളൊക്കെ ഒടിഞ്ഞ് ചതഞ്ഞു പോയി, എല്ലുകൾ ചതഞ്ഞു, കൈകാലുകൾ ഒടിഞ്ഞു, വിരലുകൾ ഒടിഞ്ഞു, മാറല്ലുകൾ ഒടിഞ്ഞു എന്ന് വേണ്ട. ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജാം ച, ഋത്വിക്കുകൾക്കായിട്ട് ആയുധ അശ്മഭിഹി, ആയുധം കൊണ്ടും കല്ലുകൊണ്ടും, അശ്മകല്ല്, ആയുധം കൊണ്ടും കല്ലുകൊണ്ടും ദേവന്മാരുടെ ശരീരം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഭവതാനുഗൃഹീതാനാം, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട അവർക്ക് ആശു മഞ്ഞു അസ്തു അനാതുരം. മഞ്ഞു എന്നുള്ള സംബോധനയാണ്. മനുവോട് കൂടിയവനെ, ക്രോധത്തോടു കൂടിയവനെ, ഹേ മഞ്ഞു, അനാതുരം അസ്തു, ആതുരന്മാർ അല്ലാത്തവരായി തീരട്ടെ, അനാതുരനായി ഭവിക്കട്ടെ. ദേവാനം ഭഗ്നഗാത്രാണാം ഋത്വിജം ചായുധശ്മഭി ഭവതാനുഗൃഹീതാനാം ആശുമന്യോസ്ത്വനന്തരം മന്യോസ്ത്വനാതുരം. ഹേ മന്യു, ആയുധ അശ്മഭി ഭഗ്നഗാത്രാണാം ദേവാനാം ഋത്വിജാം ഭവതാ അനുഗൃഹീതാനാം അനാതുരം ആശു അസ്തു. ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജം ചായുധശ്മഭി ഭവതാനുഗൃഹീതാനാം ആശുമന്യോസ്ത്വനാതുരം. ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജം ചായുധശ്മഭി ഭവതാനുഗൃഹീതാനാം ആശുമന്യോസ്ത്വനാതുരം. ഏഷതേ രുദ്രഭാഗോസ്തു യത് ഉച്ഛിഷ്ടോദ്ധരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാം അദ്യ യജ്ഞഹൻ. ഏഷതേ രുദ്രഭാഗോസ്തു, ഹേ രുദ്ര, ഏഷതേ ഭാഗഃ അസ്തു, അങ്ങയുടെ ഭാഗം ഇവിടെ ഉറപ്പാണ്, ഉണ്ടായിരിക്കുന്നു. യത് ഉച്ഛിഷ്ടോ അധ്വരസ്യ വൈ, അധ്വരത്തിന്റെ ശേഷിച്ച ഭാഗം, ഉച്ഛിഷ്ടമായ ഭാഗം യാതെന്നാണോ അത്, ഹേ രുദ്ര, തേ ഭാഗോസ്തു, ഇനിയും ഈ യജ്ഞത്തിൽ ബാക്കി അവശേഷിക്കുന്ന യജ്ഞത്തിന്റെ ഭാഗം മുഴുവൻ അങ്ങേക്കുള്ളതാണ്, അങ്ങേക്കായിട്ട് ഭവിക്കട്ടെ. ഇതുവരെ ദക്ഷൻ ഋത്തുക്കളെ കൊണ്ട് അങ്ങേക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒരു മന്ത്രം പോലും ഉച്ചരിച്ചില്ല, ഒരു ഹവിഫ് പോലും ഹോമിച്ചില്ല, ആ ഹവിഫിനെ ഭുജിക്കാൻ അനുവദിച്ചില്ല. പക്ഷെങ്കിൽ ഇനിയും ഈ മുടങ്ങിക്കിടക്കുന്ന യജ്ഞം പൂർത്തീകരിച്ചാൽ അതിൻ്റെ പകുതി ഭാഗം, ബാക്കി ഭാഗം മുഴുവൻ അങ്ങേക്കുള്ളതായി തീരട്ടെ. ഏഷതേ രുദ്ര ഭാഗോസ്തു യത് ഉച്ഛിഷ്ടു അധ്വരഫ്യ വൈ. അധ്വരഫ്യ യജ്ഞത്തിന്റെ ഉച്ഛിഷ്ടം ശേഷിച്ചിരിക്കുന്നത്, ഹേ രുദ്ര, തേ ഭാഗോസ്തു, അങ്ങേക്കുള്ള ഭാഗമായി ഭവിക്കട്ടെ. യജ്ഞസ്തേ രുദ്ര ഭാഗേന, ഹേ രുദ്ര, തേ അങ്ങയുടെ ഭാഗ്യം കൊണ്ട് ഈ യജ്ഞത്തെ കൽപ്പതാ അദ്യ യജ്ഞഹൻ, ഇന്ന് അതിനെ കൽപ്പിച്ചോളൂ, അതിനുവേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തോളൂ. ഈ യജ്ഞത്തെ, ഈ യാഗത്തെ സാധിക്കാൻ കഴിയട്ടെ. യജ്ഞഹൻ എന്താ സംബോധനയാണ്.
യാഗത്തെ ഹനിച്ചവനായ ഹേ മഹാദേവ, യജ്ഞഹൻ, യജ്ഞത്തെ ഹനിച്ചവനായ മഹാദേവ, ഇനിയും മുതൽ മുടങ്ങിപ്പോയ യജ്ഞത്തിന്റെ ബാക്കി ഭാഗം മുഴുവനും അങ്ങേക്കുള്ളതാണ്. അങ്ങേക്കുള്ള യജ്ഞഭാഗം ഇനി ആരും അനുഷ്ഠിക്കാതിരിക്കരുത്. അതുകൊണ്ട് ഈ യജ്ഞഭാഗത്തെ അനുഷ്ഠിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് ഭഗ്യന്തരേണ ബ്രഹ്മാവ് പരമശിവനോട് അപേക്ഷിച്ചതാണ്. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ഭരവ്യവൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. ഹേ യജ്ഞഹൻ രുദ്ര, അധ്വരവ്യ ഉച്ഛിഷ്ടഃ ഭാഗഃ യത് തത് തേ ഭാഗഃ അസ്തു അദ്യ തേ ഭാഗേന ഏഷഃ യജ്ഞഃ കൽപ്പത. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ഭരവ്യവൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാം അദ്യ യജ്ഞഹൻ. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ഭരവ്യവൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. ഏഷതേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ഭരവ്യവൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാം അദ്യ യജ്ഞഹൻ. ഇങ്ങനെ പറയേണ്ട വിഷയം അതിമനോഹരമായി ഉപസംഹരിച്ച് ബ്രഹ്മാവ് ഇത് പിന്തിരിഞ്ഞപ്പോൾ മഹാദേവൻ മറുപടി പറഞ്ഞു. അടുത്ത അധ്യായത്തിൽ അതാണ് വിഷയം. നമുക്ക് അടുത്ത 7-ാം അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. മംഗളം ചൊല്ലിയതിനു ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.